ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്. ഭാഗം 1 പാഠപുസ്തകം. മലയാളം മീഡിയം ക്ലാസ് ആണിത്. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഗണിതത്തിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ഒരു ഭിന്നം പല രൂപം. ഒരു ഭിന്നം പല രൂപം എന്നതിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഉത്തരങ്ങൾ നൽകാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ ചാപ്റ്ററിൽ ഉണ്ട്. അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുമായിട്ടും ഒക്കെ ഉള്ള ചോദ്യങ്ങളാണിവ. അതിൻ്റെ ഉത്തരങ്ങളും അത് എങ്ങനെ വന്നു എന്നതുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒരു ഭിന്നം പല രൂപം. ഭിന്നസംഖ്യകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ വന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം നമ്മളിതിൽ പറയും. ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. 1/2 24 ഛേദമായ രൂപമാണ്. ഛേദം, അംശവും ഛേദവും എന്താണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം ഛേദം, അടിയിൽ വരുന്ന നമ്പറാണ് ഛേദം, മേലെയുള്ളത് അംശം. അപ്പോൾ അടിയിൽ 24 വരണം. അങ്ങനെയാണെങ്കിൽ മേലെ എത്രയാണ് വരിക? 12 ആണ്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുന്നത് കണ്ടല്ലോ. അപ്പോൾ 24 12, 12ന്റെ ഗുണന പട്ടികയിൽ 24 പോകും. ഒരു തവണ 12, 2 തവണ 24. അങ്ങനെയാണ് ഇത് വരിക. നെക്സ്റ്റ് വരുന്നത് 1/2 24 അംശമായ രൂപമാണ്. അപ്പോൾ 24 മേലെ വരും, ഒരു തവണ താഴെ 48. അതായത് 24 ടേബിൾ എടുത്ത് നോക്കുക. 24 ഗുണന പട്ടിക എടുത്തു കഴിഞ്ഞാൽ 1 × 24 24 തന്നെയാണ്. 2 × 24 48 വരും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 1/3 24 ഛേദമായ രൂപമാണ്. അപ്പോൾ 1/3 ആണ് 24 ഛേദത്തിൽ വരണം. അപ്പോൾ 3 × 8, 3 × 8 24, 1 × 8 8. കണ്ടോ? അപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടും. അടുത്തത് 1/3 24 അംശമായ രൂപമാണ്. മേലെ 24 വരണം. അപ്പോൾ 1 × 24 ആയിരിക്കും ഇവിടെ ചെയ്തിട്ടുണ്ടാവുക. അതേ മേലെ ഏത് വെച്ച് ഗുണിച്ചോ അതേ നമ്പർ വെച്ച് താഴെ ഗുണിക്കുക കേട്ടോ. 3 × 24 72 വരും. അടുത്തത് 1/4 100 അംശമായ രൂപമാണ്. അംശം മേലെ വരുന്നതാണ്. അപ്പോൾ 1ന്റെ കൂടെ 100 ഗുണിച്ചപ്പോഴായിരിക്കും 100 കിട്ടിയിട്ടുണ്ടാവുക. അതേ 100 താഴെ വെച്ച് ഗുണിക്കണം. അപ്പം നമുക്ക് 400 കിട്ടും. 100/400. ഇങ്ങനെയാണ് ഉത്തരങ്ങൾ വരിക. നെക്സ്റ്റ് 1/4 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക. അപ്പോൾ 1/4 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ 2/8, 20/80, 50/200. ഇതിനെല്ലാം ചെറിയ രൂപങ്ങളാക്കിയാൽ 1/4 തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ചുവടെ പറയുന്ന സംഖ്യാ ജോഡികളെ ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കുക എന്നാണ് പറയുന്നത്. ഈ ജോഡികളുടെ ഒരേ ഛേദമുള്ള 3 രൂപം 1/2, 1/3. അപ്പോൾ 1/2 1/3 ആണ്. അപ്പോൾ നോക്കിക്കോളൂ. ഇതാ 3/6, 9/18, 12/24. അത് 1/2 ആണ്. അടുത്തത് 1/3 4/12, 6/18, 8/24. അടുത്തത് 1/2 1/4 ചെയ്യുമ്പോൾ 1/2 വരുന്നത് 4/8, 6/12, 10/20. 1/4 2/8, 3/12, 5/20. അടുത്തത് 1/3 1/4 1/3 ചെയ്യുമ്പോൾ 4/12, 8/24, 12/36 വരും. 1/4 ആവുമ്പോൾ 3/12, 6/24, 9/36. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉത്തരങ്ങൾ വരിക. അടുത്തത് 1/3 10, 100, 1000 എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഛേദമായ രൂപമുണ്ടോ? കാരണം പറയുക. ഇല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ 10ഉം 100ഉം 1000 ഒന്നും 3ന്റെ ഗുണന പട്ടികയിലോ 3 വെച്ച് ഹരിച്ചു കളയാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല, തന്നിരിക്കുന്ന സംഖ്യകളൊന്നും 3 വെച്ച് ഹരിക്കാൻ സാധിക്കില്ല. അപ്പം ഇതിനൊന്നും ഛേദമായ രൂപമില്ല. അടുത്തത് അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ച് ഈ പട്ടിക പൂരിപ്പിക്കുമല്ലോ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ 2/3 ആണ്. അപ്പം നമ്മൾ 4 വെച്ച് ഗുണിക്കുന്നു. അപ്പോൾ 2 × 4 8 വരും. 3 × 4 12. കണ്ടല്ലോ. അപ്പോൾ 2 × 4 8ഉം 3 × 4 12, 8/12 ഉത്തരം. അടുത്തത് 2 × 6 3 × 6 ചെയ്യുക. അപ്പോൾ 2 × 6 എത്ര വരും? 6 12 വരും. 3 × 6 18, 12/18 ഉത്തരം വരും. അടുത്തത് നമുക്ക് ഛേദത്തിൽ 12 വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വരുന്ന നമ്പർ 3 ആയിരിക്കും. അപ്പോൾ 3 × 3 9ഉം
4 × 3 12 ആണ് വരിക. ഗുണിക്കുന്ന സംഖ്യ 3 ആണ് കേട്ടോ, ഇവിടെ 3 ആണ്. അപ്പോൾ 9/12 ഉത്തരം വരും. നെക്സ്റ്റ് വരുന്നത് അംശത്തിൽ 12 ആണ്. അപ്പോൾ ഇവിടെ 4 വരിക. 3 × 4 4 × 4 4 വെച്ചിട്ടാണ് 3 3 × 4 12 ആണ്. 4 × 4 16 ആണ്. ഉത്തരം വരും. അപ്പം ഇതിൻ്റെ ശരിക്കും ഉത്തരങ്ങളാണ് ഇനി കാണിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതിൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെയാണ് വരിക. ഇനി ചുവടെ ഭിന്നസംഖ്യകളുടെ ലഘുരൂപം കണക്കാക്കുക എന്നാണ്. ഇതിൻ്റെ എല്ലാം ലഘുരൂപം. അപ്പോൾ 32/64 32/64 എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ 32/64 ഗുണന പട്ടിക ഒന്ന് നോക്കുക. 1 × 32 അത് അറിയാത്തവർ 2 കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. 1 × 32 എന്ന് പറയുന്നത് 32 തന്നെയാണ്. 2 × 32 64 ആണ്. സോ ഇവിടെ നമുക്ക് വരുന്നത് 32/64 1/2 ആയിട്ട് മാറും ഇതിൻ്റെ ആൻസർ. അടുത്തത് 27/81 27/81 പോണ ഗുണന പട്ടിക എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 3 തവണ 9 27 9 9 89 3/9 വരിക. 3/9 ഒന്നുകൂടി ചെറുതാക്കുമ്പോൾ 1/3 വരും. ഓക്കെ. അടുത്തത് 30/45 5ൻ്റെ ടേബിളിൽ പോവും. 5 തവണയും 9 തവണയും കേട്ടോ. സോറി 5 അല്ല 6 തവണ 6/9 ആണ്. 6/9 ഒന്നുകൂടി ചെറുതാക്കുക 2/3. അടുത്തത് 12ഉം 21ഉം പോണത് 3ൻ്റെ ഗുണനപ്പട്ടികയിലാണ്. 4 തവണയും 7 തവണയും 4/7 വരും. 45ഉം 54ഉം പോണത് 9ലാണ്. 9 45ഉം 6 9 54. ഓക്കെ. 5/6. അപ്പം ഇങ്ങനെയാണ് ഉത്തരങ്ങൾ വരിക കേട്ടോ. ഗുണനപ്പട്ടിക അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമുക്ക് 20 ലിറ്റർ വെള്ളം ഒരുപോലെയുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളമുണ്ട്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം സിമ്പിളാണ്. നമുക്ക് 20നെ 8 വെച്ച് ഹരിക്കുക. 1 8 2 16 20 നിന്ന് 16 പോയാൽ 4 അല്ലേ. അപ്പം നമ്മൾ 2 4/8 എന്ന് എടുത്തെഴുതും. പക്ഷേ ഈ 4/8 ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റില്ല. 4/8 ഒന്നുകൂടി ചെറുതാക്കണം. അപ്പം 2 അങ്ങനെ എഴുതി. 4ഉം 8ഉം ഒരേപോലെ പോണ ഗുണനപ്പട്ടിക ഏതാണ്? 4ൻ്റെ ആണ്. 4ൻ്റെ ഗുണനപ്പട്ടികയിൽ 4 ഒരു പ്രാവശ്യം. 1 × 4 4 8 2 പ്രാവശ്യം. അപ്പം 2.5 ആൻസർ വരും. 2.5 ലിറ്റർ ആണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം 140 സെൻറ്റിമീറ്റർ നീളമുള്ള കയർ 16 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം കാണാൻ 140/16 ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 140/16 ചെയ്യുമ്പോൾ 16ൻ്റെ ഗുണനപ്പട്ടികയിൽ 140 പോകുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ വെച്ച് ഗുണിച്ച് നോക്കുക. കൂടുതലാണ്. അപ്പം അത് പറ്റില്ല. 16 × 8 ചെയ്ത് നോക്കൂ. 128. ഇതെടുക്കാവുന്നതാണ്. 8 തവണ 128 പോകും. ഇനി നമുക്ക് 10 നിന്ന് 8 പോയാൽ 2 1 8 12/16 എന്ന് വരും. ഇനി 12നെയും 16നെയും നമുക്ക് ഒന്നുകൂടി ചെറുതാക്കണം. 12ഉം 16ഉം പോകുന്ന ഒരു ഗുണനപ്പട്ടിക 4ൻ്റെ തന്നെയാണ്. 4ൻ്റെ ഗുണനപ്പട്ടികയിൽ 12 3 പ്രാവശ്യവും 16 4 പ്രാവശ്യം. 8.25 ആൻസർ വരിക കേട്ടോ. ഇതാണ് ആൻസർ. അടുത്തത് 215 കിലോഗ്രാം അരി 15 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടും? 215 കിലോഗ്രാം ആണ്. അതിനെ നമ്മൾ 15 വെച്ച് ഹരിക്കണം. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. 215നെ 15 വെച്ച് ഹരിക്കുമ്പോൾ ഒരു തവണ 15 പോയി. 11 നിന്ന് 5 പോയ 6 വരിക. 65 65 പോകുമോ നോക്കാം. 65 പോവില്ല. 60 പോകുള്ളൂ. 4 പ്രാവശ്യം 60 പോകും. അപ്പം നമ്മളിതിങ്ങനെ എടുത്തെഴുതി ശിഷ്ടം 5. അപ്പം നമ്മുടെ ഉത്തരം ശരിക്കും 14 5/15 എന്ന് എടുത്തെഴുതുക. ഇനി 5/15 മാത്രം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, ചെറുതാക്കുക. 5ൻ്റെ ഗുണനപ്പട്ടികയിൽ 5 ഒരു പ്രാവശ്യവും 15 3 പ്രാവശ്യവും പോകും. ഇതാണ് ഉത്തരം വരിക കേട്ടോ. 14 1/3 ആണ് വരിക. അപ്പം ഇത്രയുമാണ് നമ്മുടെ ആൻസർ.
അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.